അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് വോട്ടിനായി സ്ഥാനാർത്ഥികൾ അടവുകൾ പലതും കളത്തിലിറക്കുകയാണ്. ഇതിൽ ഏറ്റവും പുതിയതായി ചർച്ചയായിരിക്കുന്നത് തരൂരിന്റെ വിഷുത്തലേന്നത്തെ ട്വീറ്റാണ്. തന്റെ അമ്മയ്ക്കും സഹോദരിമാർക്കുമൊപ്പം വട്ടിയൂർക്കാവിൽ നടത്തിയ മണ്ഡല പര്യടനത്തിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് തരൂർ കുറിച്ചത് ഇങ്ങനെയാണ്. BJP ഇത് ശ്രദ്ധിക്കൂ. 3 ശക്തരും അഭിമാനികളുമായ നായർ സ്ത്രീകളൊപ്പം. പൊതുപ്രവർത്തന രംഗത്തും പ്രചാരണത്തിലും അവർ നൽകുന്ന പിന്തുണ വളരെ വലുതാണെന്നും തരൂർ ട്വീറ്റിൽ പറഞ്ഞു. ഈ ട്വീറ്റാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ചർച്ചയായിരിക്കുന്നത്. ഇത് വിവാദമാവുന്നുമുണ്ട്. അതേസമയം ഡോക്ടർ ശശി തരൂരിന് ക്ഷേത്രത്തിലുണ്ടായ അപകടം അപായപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് DCC പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനൽ പോലീസിൽ പരാതി നൽകി. BJP തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ അപകടത്തിന് പിന്നിൽ തലസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുണ്ടെന്ന സംശയത്തിലാണ് ശശി തരൂർ. തരൂരിന് തുലാഭാരം നടത്തുന്നതിന് മുൻപ് പലരും ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തിയിരുന്നു. എന്നാൽ അവർക്കൊന്നും അപകടം സംഭവിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അപകടം മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന സംശയത്തിൽ പോലീസിൽ പരാതി നൽകാൻ തരൂർ നിർദ്ദേശിച്ചത്. തരൂരിന് സംഭവിച്ച അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എന്നാൽ ഫോട്ടോ എടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തിക്കും തിരക്കും കാരണമാണ് അപകടമുണ്ടായതെന്ന നിഗമനത്തിലാണ് തമ്പാനൂർ പോലീസ്. സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂർ തോൽക്കുമെന്നുറപ്പായപ്പോൾ കണ്ണീർ വിറ്റ് കാശാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് BJP കേന്ദ്രങ്ങൾ ആരോപിച്ചത്. സംഭവത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ അട്ടിമറിയുണ്ടെന്നും BJP സംശയിക്കുന്നുണ്ട്. അതേസമയം ശശി തരൂരിന് അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തെ തുടർന്ന് ആശുപത്രിയിലായപ്പോൾ സന്ദർഭം മറന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടവർക്കെതിരെ സംസ്ഥാനം അപമാനഭാരത്തിലായി. ശശി തരൂരിനെ പോലൊരാളെ അധിക്ഷേപിച്ചത് ശരിയായില്ലെന്ന പൊതുവികാരമാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത്. ശശി തരൂരിന്റെ അപകട വാർത്ത അറിഞ്ഞയുടൻ തന്നെ പത്രങ്ങളുടെയും ചാനലുകളുടെയും ഓൺലൈൻ സൈറ്റുകളിൽ പോയ കമന്റുകളിലാണ് തരൂരിനെതിരെ വിവാദ പരാമർശങ്ങളുണ്ടായത്. തരൂർ തിരുവനന്തപുരത്ത് പരാജയപ്പെടുമെന്ന വാർത്തകൾ സജീവമാണ്. ഏഷ്യാനെറ്റിന്റെ പുതിയ സർവേ പ്രകാരം കുമ്മനം തലസ്ഥാനത്ത് ജയിക്കുമെന്നായിരുന്നു പ്രവചനം. ഇതിൽ അസ്വസ്ഥനാണ് തരൂർ. അതിനിടയിലാണ് ഗാന്ധാരിയമ്മൻ കോവിലിലെ തുലാഭാരം നടത്താൻ തരൂർ എത്തിയത്. തലസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നാണ് ഗാന്ധാരിയമ്മൻ ക്ഷേത്രം. ഇവിടുത്തെ തുലാഭാരത്തട്ടിന് ഒരു തകരാറുണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ അട്ടിമറിയുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ തരൂർ ആകെ വിവശനാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ നേതാക്കൾക്കെതിരെ കേന്ദ്ര നേതാക്കളെ സമീപിച്ചിരുന്നു. ഇതിൽ പലർക്കും പ്രയാസമുണ്ടായിട്ടുണ്ട്. അവർ ഒപ്പിച്ച പണിയാണോ എന്നാണ് തരൂർ ഇപ്പോൾ സംശയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.